ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മദർ PSCയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് 10th പ്രിലിംസിൻ്റെ സിലബസ് ഡിസ്കസ് ചെയ്യുവാണ്. നമുക്കറിയാം 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് നമുക്കുണ്ടാവുന്നത്. അതിൽ 60 മാർക്ക് GK, 20 മാർക്ക് സയൻസ്, 20 മാർക്ക് മാത്സ്. ഈ രീതിയിലാണ് നമ്മുടെ സിലബസ് വരുന്നത്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് സിലബസ് ഡിസ്കസ് ചെയ്യാം. GK പോർഷൻസിൽ വരുന്നത് GKയിൽ തന്നെ 6 ഡിവിഷനായിട്ടാണ് വരുന്നത്. അതിലൊന്നാമത്തേത് ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, കായിക മേഖല ഇവയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും സമകാലിക സംഭവങ്ങൾ, കറണ്ട് അഫെയർസാണ് മെയിനായിട്ട് വരുന്നത്. രണ്ടാമത്തേത് വരുന്നത് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികളും അതിരുകളും, ഊർജ മേഖലയിലെയും ഗതാഗത വാർത്താവിനിമയ മേഖലയിലെയും പുരോഗതി, പ്രധാന വ്യവസായങ്ങൾ എന്നിവയെ സംബന്ധിച്ചുള്ള പ്രാഥമിക അറിവാണ്. ഇനി മൂന്നാമത്തേതിൽ വരുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ തുടങ്ങിയവ. ഇനി നാലാമതായി വരുന്നത് ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും, ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയ ഗാനം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളും, മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷനുകൾ എന്നിവയെ സംബന്ധിച്ച അറിവുകളുമാണ്. ഇനി അഞ്ചാമത് വരുന്നത് കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ, നദികളും കായലുകളും, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും, മത്സ്യബന്ധനം, കായിക രംഗം തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവ്. ഇനി ആറാമത് വരുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരും, കേരളത്തിലെ സാമൂഹിക പരിഷ്കരണവും, അയ്യൻകാളി, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, പണ്ഡിറ്റ് കറുപ്പൻ, VT ഭട്ടതിരിപ്പാട്, കുമാരഗുരു, മന്നത്ത് പത്മനാഭൻ തുടങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താക്കളും. ഇതാണ് 6 മേഖലകൾ. ഇതിൽ 6ലും കൂടിയാണ് നമുക്ക് 60 മാർക്ക് വരുന്നത്. ഇനി നമ്മൾ കിടക്കുന്നത് സയൻസ് പോർഷൻസിലാണ്. സയൻസിലത് നമുക്ക് നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ് എന്നിങ്ങനെ 2 ഭാഗമായി തിരിച്ചിട്ടുണ്ട്. അതിനകത്ത് നാച്ചുറൽ സയൻസിന് 10ഉം ഫിസിക്കൽ സയൻസിന് 10 മാർക്കുമാണ് വരുന്നത്. നാച്ചുറൽ സയൻസിൽ വരുന്ന ഭാഗങ്ങൾ: ഒന്നാമത്തേത് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, രണ്ടാമത്തേത് ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും, മൂന്നാമത്തേത് രോഗങ്ങളും രോഗകാരികളും, 4 കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, 5 കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, 6 വനങ്ങളും വനവിഭവങ്ങളും, 7 പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. ഇനി അടുത്ത് വരുന്ന ഭാഗം ഫിസിക്കൽ സയൻസ് ആണ്. അതിലൊന്നാമത്തത് വരുന്നത് ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും, അയിരുകളും ധാതുക്കളും, മൂലകങ്ങളും അവയുടെ വർഗീകരണവും, ഹൈഡ്രജനും ഓക്സിജനും, രസതന്ത്രം, ദൈനംദിന ജീവിതത്തിൽ ദ്രവ്യവും പിണ്ഡവും, പ്രവൃത്തിയും ഊർജവും, ഊർജവും അതിൻ്റെ പരിവർത്തനവും, താപവും ഊഷ്മാവും, പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, ശബ്ദവും പ്രകാശവും, സൗരയുധവും സവിശേഷതകളും. ഇത്രയും ടോപ്പിക്കുകൾ 12 ടോപ്പിക്കുകളാണ് നമുക്ക് ഫിസിക്കൽ സയൻസിൽ വരുന്നത്. ഇനി ബാക്കിയുള്ള 20 മാർക്ക് വരുന്നത് മാത്സിലാണ്. ലഘുഗണിതം, മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും. അതിലും 20 മാർക്കാണ്, 10 മാർക്ക് വീതം. ലഘുഗണിതത്തിൽ വരുന്നത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, ലസാഗു ഉസാഗ, ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, വർഗവും വർഗമൂലവും, ശരാശരി, ലാഭവും നഷ്ടവും, സമയവും ദൂരവും. നെക്സ്റ്റ് കാറ്റഗറിയിൽ വരുന്നത് ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ, ശ്രേണികൾ, സമാന ബന്ധങ്ങൾ, തരംതിരിക്കൽ, അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം, ഒറ്റയാനെ കണ്ടെത്തൽ, വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സ്ഥാനനിർണയം. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പ്രിലിംസ് സിലബസിൽ ഉൾപ്പെടുന്നവ.
വളരെ ചെറിയ ഒരു സിലബസാണ്. ഇത് നമുക്ക് 30 ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്